ഇവർ കമ്മീഷൻ വരുമ്പോൾ മാത്രം അവർ ചെന്ന് പറയണ്ട. അതിക്ക് മുന്നേ കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളില്ലേ, ഗവൺമെന്റ് ഉണ്ടായിട്ടില്ലേ? ഇത് കാലാകാലങ്ങളായിട്ടുള്ളതല്ലേ. ഈ മീഡിയ ഒക്കെ വരുന്ന ഈ കാലഘട്ടത്തിൽ അത് പുറത്തേക്ക് വരുന്നു. റിപ്പോർട്ട് പുറത്തു വരാൻ താമസിച്ച് അവർ 4.5 വർഷത്തോളം പൂത്തിവെച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്കതിനകത്ത് അവരിപ്പോൾ പറയുന്നതിലൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. സർക്കാർ വേട്ടക്കാരുടെ കൂടെയാണ്, ഇരയുടെ കൂടെയല്ല. യാഥാർത്ഥ്യമായിട്ട് പ്രതികരിക്കാൻ മിക്കവാറും സർക്കാരിനെ കൊണ്ട് സാധിച്ചൊന്നും വരില്ല എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സർക്കാരുമായിട്ട് കെട്ടുപിടഞ്ഞ് കിടക്കുന്ന കുറേ വ്യക്തികൾ ഇതിനകത്തുണ്ട്. കേരളം കാത്തിരുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു. കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ പല ഭാഗങ്ങളും എഡിറ്റ് ചെയ്താണ് ആ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുള്ളത്. എങ്കിൽ പോലും റിപ്പോർട്ടിൽ പരാമർശിച്ചിരിക്കുന്ന പല കാര്യങ്ങളും കേട്ടും കണ്ടും കേരളത്തിലെ ജനം അതിശയിച്ചിരിക്കുന്നു. കേരളത്തിലെ അല്ലെങ്കിൽ മലയാള സിനിമയിലെ ഈ കാണുന്ന പ്രവൃത്തികളിൽ മലയാള സിനിമ എങ്ങോട്ട് പോകുന്നു എന്ന് പൊതുസമൂഹം ഉറ്റുനോക്കുന്ന ഈ അവസരത്തിൽ നാം പൊതുസമൂഹത്തോട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെക്കുറിച്ചും കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ സർക്കാർ നടപടി സ്വീകരിക്കുമോ എന്നും നമുക്ക് അവരോട് തന്നെ പൊതുജനത്തോട് തന്നെ ചോദിക്കാം. നടപടി സ്വീകരിക്കാണ്ടിരിക്കാം. ഞാൻ പറഞ്ഞത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലേക്ക് കൊടുത്തിരിക്കുന്നത് എത്ര കാലം മുന്നേ അവിടെ പരാതിപ്പെട്ട പരാതികൾ ഇവർ കമ്മീഷൻ വരുമ്പോൾ മാത്രം അവർ ചെന്ന് പറയണ്ട. അതിക്ക് മുന്നേ കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളില്ലേ, ഗവൺമെൻറ് ഉണ്ടായിട്ടില്ലേ, ശക്തരായ മുഖ്യമന്ത്രി ഉണ്ടായിട്ടില്ലേ, നമ്മുടെ പിണറായി വിജയൻ, ഉമ്മൻചാണ്ടി, അതുപോലെ എന്താ പറയുക, എത്ര ശക്തരായ മുഖ്യമന്ത്രിമാർ നമുക്കുണ്ടായിരുന്നു, എത്ര ആഭ്യന്തരമന്ത്രിമാരുണ്ടായിരുന്നു. ഇവരെന്തുകൊണ്ട് ഒരു കമ്മീഷൻ മാത്രം വരാൻ വേണ്ടി കാത്തിരുന്നു? അല്ല, അതിനൊരു കാരണം ഉണ്ടായിട്ടാണ് ഇത് വന്നത്. കാര്യം WCC കൊടുത്ത ഒരു പെറ്റീഷനാണ്. കാരണം നമ്മുടെ ഒരു വളരെ പേരുകേട്ട ഒരു നടിക്ക് ഈ കൊച്ചി നഗരത്തിൽ വെച്ച് ഉണ്ടായ ഒരു വലിയ അപകടം, അത് അറിയാം, അവര് അതിജീവിത ആയതുകൊണ്ട് അപ്പോ അങ്ങനെ ഒരു വിഷയം ഉണ്ടായപ്പോഴാണ് ഈ വനിതാ സംഘടനകൾ മുഖ്യമന്ത്രികളിൽ പെറ്റീഷൻ കൊടുത്തത്. ചേട്ടൻ പറഞ്ഞു കാരണം, പക്ഷെ പോലീസ് സ്റ്റേഷനുകളിൽ ഈ പരാതി കൊടുത്താൽ അത് എത്രത്തോളം അതിനൊരു ബലം ഉണ്ടാകും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് ചിലപ്പോൾ അട്ടിമറിക്കപ്പെടാം സ്വാധീനത്തിന്റെ പേരിൽ. ചിലപ്പോൾ ഈ പരാതി കൊടുത്ത ആൾ തന്നെ പരാതി പിൻവലിക്കാം. രണ്ടും ഉണ്ട് ഇതിനകത്ത്. പിന്നെ ഇനിയിപ്പോൾ ഇവർ ഇത് എന്താ പറയുക, വർഷങ്ങൾക്ക് മുന്നേ നടന്ന കാര്യമൊക്കെ ചിലപ്പോൾ കമ്മീഷന് മുന്നിൽ ചെന്ന് പറഞ്ഞത് ചിലപ്പോൾ വില വ്യക്തിപരമായി കൊണ്ടൊക്കെ സംഭവിക്കാം. ഇത്തരം കാലമൊക്കെ ആയതുകൊണ്ട് ചിലപ്പോൾ കൊടുക്കാം. എന്താ ഇതിന്റെ ഒരു വല്ലാത്ത പീക്ക് പോയിന്റ് കഴിഞ്ഞു. ഗതികെട്ടാണ് അവരെല്ലാം ചെന്ന് പറഞ്ഞത്. ഗതികെട്ട എന്ന് പറഞ്ഞാൽ ഈ എല്ലാ മേഖലകളിലും അവരുടെ കാര്യസ്വാധീനത്തിന് വേണ്ടിയിട്ട് ആദ്യം അവർ തന്നെ വഴങ്ങും. നമ്മൾ ഒരു ഭാഗം മാത്രം തന്നെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ വളർച്ചയ്ക്ക് ഞാൻ ഏത് രീതിയിലാണ് നൃത്തം ആടേണ്ടത് എൻ്റെ അവകാശമാണ്, എൻ്റെ ശൈലിയാണല്ലോ. അങ്ങനെ ഞാൻ നൃത്തമാടി ഞാൻ പറയുന്നത് നേടി കഴിഞ്ഞിട്ട് പിന്നീട് ഞാൻ വഞ്ചിക്കപ്പെട്ടു അല്ലെങ്കിൽ ഞാൻ പീഡിക്കപ്പെട്ടു എന്നൊക്കെ പറയുന്നതിൽ ഞാൻ ഉൾക്കൊള്ളാൻ ഞാൻ തയ്യാറല്ല. ഉദാഹരണത്തിന് ഞാൻ അങ്കമാലി ഞങ്ങളുടെ MLA ജോസ് തെറ്റേലിനെ ചതിക്കാനായിരുന്നു. തീർച്ചയായും അത് കഴിഞ്ഞിട്ടുള്ള അവള് ക്യാമറ ഒക്കെ വെച്ച് പിടിച്ചു കഴിഞ്ഞിട്ട് അവൾ കൊണ്ടേ പരാതി കൊടുത്തു. അപ്പോൾ ഒന്നാം പ്രതി അവളാണ്. അവിടെ തെറ്റലിനെ മാത്രമല്ല ചതി കൊടുക്കുന്നത്. അതിക്ക് മുന്നേ പല വ്യവസായികളെയും അല്ലെങ്കിൽ പല സമൂഹത്തിലെ ഉന്നതനെയും അവൾ കൊടുക്കിയിട്ടുണ്ട്. ഒരു ജനപ്രതിനിധിനെ മാത്രമല്ല, അതേ ഒരു ജനപ്രതിനിധിയാണ്, നിയമസഭാ അംഗമായിരുന്നു. അങ്ങനെ അവൾ വിചാരിച്ച് ഇനി ഇപ്പം അദ്ദേഹത്തെ കൊടുക്കി. ഈ കേരളത്തിൽ വേറെ MLA-മാരില്ലേ, അവരും കൊടുക്കാൻ വരുന്നല്ലോ. പക്ഷെ അയാളുടെ ഗതികേട് കൊണ്ട് അയാൾ അതിനകത്ത് ചെന്ന് പെട്ടതല്ല, അയാളെ പെടുത്തിയതാണത്. അപ്പം അതിനകത്ത് ഞാൻ എൻ്റെ അഭിപ്രായം ഇരു കൈകളും ചേർത്തിട്ട് എന്നെ ബഹളുണ്ടായിരിക്കണത്. ഇവർ അങ്ങനെ ഞാൻ കൊണ്ടുപോയി എൻ്റെ എല്ലാ ഇതും കഴിഞ്ഞ് ഞാൻ കൊണ്ടുപോയി ഹേമ കമ്മിറ്റിയിൽ കൊണ്ടുപോയി പരാതി കൊടുത്തു, അല്ലെങ്കിൽ ഞാൻ എൻ്റെ സങ്കടം ചെന്നിട്ടും പറഞ്ഞു. അവർക്കത് അവർ കമ്മിറ്റിയിൽ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലുപരി അവർക്ക് ഞാൻ പറഞ്ഞ ഒരു സംഭവം ഉണ്ടായി. അന്ന് ഒരാഴ്ച കഴിഞ്ഞു അല്ലെങ്കിൽ 2 ആഴ്ച കഴിഞ്ഞു. ഇവരാരും ഭയപ്പെടുന്നത് അന്നൊന്നും ഇവർക്ക് പരാതികൾ ഉണ്ടായിരുന്നില്ല. സർക്കാർ ഇത് ഇത്രയും കാലം അട്ടത്ത് വെച്ചിരുന്നല്ലോ. സർക്കാർ അട്ടത്ത് വെച്ചത് ഇത് ഉള്ളതാണോ ഇല്ലാത്തതാണോ? ഇനി ഇവരെ പരാതി വെച്ചിട്ട് ഇവിടെ അറസ്റ്റ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ അറസ്റ്റ് ചെയ്യണം. കോടതി പറഞ്ഞിട്ടുണ്ട് അറസ്റ്റ് ചെയ്യണം. റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ വരെ ഇത്തരത്തിൽ പെരുമാറി എന്ന് പറയുന്നുണ്ട്. അത് അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് ഞാൻ ഒന്നും പറയുന്നില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യണം. ഞാൻ പറഞ്ഞ അത്തരത്തിലുള്ള അഭ്യാസങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ സർക്കാരിൽ നിന്ന് വിദേശം നേടുകയും അത് അങ്ങനെയുള്ള കാര്യങ്ങൾ അതിലൊന്നും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല. അത് നിയമത്തിന്റെ വഴിക്ക് പോട്ടെ. നമുക്കിത് കൺക്ലൂഡ് ചെയ്യുമ്പോൾ സർക്കാർ ഇതിന്മേൽ ഇതുവരെ കാണിച്ചത് ശരിയാണ്, ഇനി എന്ത് കാണിക്കുമെന്ന് താങ്കൾക്ക്? അത് ഒരു ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഒരു ദിവസം കൊണ്ട് എടുക്കുന്ന ഒരു തീരുമാനമല്ല, ഇതൊരു നയപരമായ തീരുമാനമാണ്. കാരണം ഇതിനകത്ത് ഉണ്ട്. അതുകൊണ്ടാണല്ലോ ചെയ്യുന്നത്. അതുകൊണ്ടാണല്ലോ നമ്മുടെ ഇവിടെ നടിയെ പീഡിപ്പിച്ചതിന് ശേഷം
അറസ്റ്റ് നടന്നതും അതിനെ തുടർന്നുണ്ടായ ജയിൽവാസമൊക്കെ ഉണ്ടായിരുന്നത്. വേറെ ഒരു മുഖ്യമന്ത്രിയാണെങ്കിൽ ഈ കേസൊക്കെ ഭസ്മം പോയാലും പോയാണ് പിടിക്കാൻ പോലും. ഒരു നല്ല വശം കൂടി അത് നല്ല വശം കൂടിയുണ്ട്. സഖാവ് പിണറായി വിജയനല്ലേ ശക്തമായ നിലപാടെടുത്ത് അതിന് അന്വേഷണം വെച്ച് അത് കറക്റ്റായിട്ട് ഇപ്പോൾ കോടതിയിൽ പരിഗണിക്കുന്നതുകൊണ്ട് ഞാൻ അതിനെ പറ്റിയൊന്നും പറയുന്നില്ല. എന്തായാലും 2 പ്രതികളെ അവർ അറസ്റ്റ് ചെയ്ത് എന്താ പറയുക ജയിലിലടച്ചില്ലേ. പിന്നീട് ഒരു ചെറിയ കാര്യമാണോ ആ നടപടി ഈ ഭരണമായതുകൊണ്ടാണ് അത് അല്ലെങ്കിൽ എവിടെ നടക്കണു ഈ ഭരണമല്ല ഏത് ഭരണം. ഇവരെ സംബന്ധിച്ച് സ്വാധീനമാണല്ലോ ഏറ്റവും വലുത്. സിനിമാ മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയക്കാരുടെ പിടിയിലിരിക്കുന്നത്, സിനിമാക്കാരുടെ പിടിയിലാണ് രാഷ്ട്രീയം ഇരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൽ നമുക്ക് സർക്കാർ അനുകൂലമായ ഒരു നടപടി സ്വീകരിക്കുമെന്ന് തന്നെ ഞാൻ ഉറപ്പുണ്ട്. അത് കാര്യത്തിൽ എനിക്ക് നല്ല 100% ഉറപ്പാണ്. സഖാവ് പിണറായി വിജയൻ ഒരു വിട്ടുവീഴ്ച മനോഭാവം പാർട്ടിക്കാരനല്ല, അനുഭാവിയല്ല. പക്ഷെ ഞാൻ നിഷ്പക്ഷമായിട്ട് പറയും. അതാണ് എൻ്റെ ഒരു വാക്ക്. നടപടികൾ എന്തെങ്കിലും എടുക്കുമായിരിക്കും, പക്ഷേ അത് അതിൻ്റെ ഉള്ളിലേക്ക് പോയി കൃത്യമായ കുറ്റം ചെയ്തവരിലേക്ക് എത്തുമെന്ന് തോന്നണില്ല. പക്ഷെ പേരിന് അത് എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്? എന്തായാലും ഈ പറയുന്ന പ്രമുഖരുടെ പേരുകൾ അവർ സ്പെസിഫിക്കലി പറയാത്തിടത്തോളം കാലം ജനങ്ങൾക്ക് ഊഹിക്കാൻ സാധിക്കും. ഈ പറയുന്ന 15 പേരിൽ ആരൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട്, അതിലെ പ്രമുഖരെ ജനങ്ങൾക്ക് അറിയാം. ആരും തുറന്നു പറയില്ല, കാരണം ഒരു കൃത്യമായ ഒരു വിവരം ഇല്ലാത്ത. ഈ ഒരു റിപ്പോർട്ട് വന്നില്ലെങ്കിൽ പോലും നമുക്കറിയില്ലേ ഈ സിനിമാ ലോകത്ത് ഇതൊക്കെ തന്നെയാണ് സംഭവിക്കുന്നത്. ഉണ്ട്, ഇത് കാലാകാലങ്ങളായിട്ടുള്ളതല്ലേ. ഈ മീഡിയ ഒക്കെ വരുന്ന ഈ കാലഘട്ടത്തിൽ അത് പുറത്തേക്ക് വരുന്നു. ഇപ്പോഴും പഴയ നടിമാരും പഴയ ആൾക്കാരും പറയുന്നുണ്ട് പണ്ട് കാലത്തൊട്ടേ സിനിമയിൽ ഇതൊക്കെ ഉണ്ട്, പക്ഷെ ഇത് പുറത്തേക്ക് വരുന്നില്ല. ഇതിലല്പം എരിവുള്ളതുകൊണ്ടല്ലേ ജനം ഇത്രയും ശ്രദ്ധിക്കുന്നത്. അത്രയേ ഉള്ളൂ. ജനങ്ങളുടെ സൈക്കോളജി അങ്ങനെയാണല്ലോ. എരിവും പുളിയും ഉള്ളതുകൊണ്ട് അവർക്ക് താല്പര്യമുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ സാധാരണ ജനങ്ങൾക്ക് ഇപ്പം ഇതുമായിട്ട് ഇത് റിപ്പോർട്ട് പുറത്ത് വന്നാലെന്ത്, അതിനുമേൽ നടപടി എടുത്താലും. സ്ത്രീകളുടെ മേലുള്ള ഒരു ചൂഷണം ആയതുകൊണ്ട് എല്ലാ മേഖലയിലും അങ്ങനെയും ശ്രദ്ധിക്കുന്നുണ്ട്. എല്ലാ മേഖലകളിലും ഉള്ള പോലെ തന്നെ സിനിമാ മേഖലയിലും ചൂഷണം. താങ്കൾക്ക് എങ്ങനെ തോന്നുന്നു ഈ സമൂഹത്തിൽ സ്ത്രീ സുരക്ഷിതയാണെന്ന് തോന്നുന്നുണ്ടോ? ഒരു മേഖലയിലും പൂർണ്ണമായും ആരും സുരക്ഷിതരല്ല. കൃത്യമായ ഒരു നടപടികൾ സർക്കാരിന് എല്ലാ മേഖലയിലും. പക്ഷേ ഇത്രയും ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയത് തന്നെ ശ്ലാഘനീയമാണോ സർക്കാർ ഈ ചെയ്തത്? റിപ്പോർട്ട് തയ്യാറാക്കാൻ വേണ്ടി ഏൽപ്പിച്ച നടപടി ശ്ലാഘനീയമാണ്. പക്ഷേ ഈ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തിട്ട് 4-5 വർഷത്തോളം ആവാറായില്ലേ. അവർക്ക് എന്തെങ്കിലും ഏതൊരു ഭരണത്തിരിക്കുന്ന പാർട്ടിക്കും ഉണ്ടാകുന്ന ഒരു സമ്മർദ്ദം മാത്രമല്ലേ? അതെ, ഇപ്പോൾ LDF ഇപ്പോൾ ഇരിക്കുന്നു. ഇപ്പോൾ UDF ആയിരുന്നു ഈ റിപ്പോർട്ടിന് വേണ്ടി ആ സമയത്ത് ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കാം. അപ്പോൾ അവരും ഇതുപോലൊക്കെ തന്നെ ചെയ്യും. അതായത് LDFന്റെ കഴിഞ്ഞ ഭരണകാലത്താണ് ഈ റിപ്പോർട്ട് ചെയ്യിപ്പിച്ചത്. അതെ, ഒരുപക്ഷെ LDF അല്ല UDF ഭരണം വന്നെങ്കിൽ UDFന്റെ ഭരണകാലത്ത് ഇത് ഇറങ്ങുമെന്ന് താങ്കൾ കരുതുന്നു? ഞാൻ കരുതുന്നില്ല. ഇതേപോലെയൊക്കെ തന്നെ ഉണ്ടാവും. ഇതിപ്പോൾ ഇങ്ങനെ ഈ ഒരു സമയത്ത് സംഭവിച്ചു, പക്ഷേ ഒന്നും ആയിട്ടില്ല. അതിന് നടപടി ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് ആശ്വസിക്കാം. ഏതായാലും നടപടി ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. സാധാരണ ജനങ്ങൾക്ക് പക്ഷേ അതിനപ്പുറത്തേക്കൊന്നും നമ്മൾ കരുതേണ്ട കാര്യമില്ല. താങ്ക് യു. സർക്കാർ ഇപ്പോൾ ഈ സ്വീകരിച്ചിരിക്കുന്ന നടപടികൾ നമുക്ക് എത്രത്തോളം വിശ്വസിക്കാം? ആ നടപടിയിൽ എന്തെങ്കിലും സംഭവിക്കുമോ? അതിലിപ്പോൾ ഒന്നിലും വിശ്വസിക്കാൻ പറ്റില്ല. സർക്കാരെല്ലാം മറച്ചു വെച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. പിന്നെ നമുക്കൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഈ റിപ്പോർട്ട് പുറത്ത് വന്നതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? റിപ്പോർട്ട് പുറത്ത് വരാൻ താമസിച്ചു. അവർ 4.5 വർഷത്തോളം പൂത്തി വെച്ചുകൊണ്ടിരുന്നില്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്കതിനകത്ത് അവരിപ്പോൾ പറയുന്നതിലൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. അത് 100% ശരിയാണത്. ഈ കോടതി ഇടപെടലിൽ സർക്കാർ എന്തെങ്കിലും ചെയ്യുമെന്ന് കരുതുന്നുണ്ടോ? ഒന്നും ചെയ്യുമെന്ന് തോന്നുന്നില്ല. ഇല്ല. എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ സർക്കാർ വേട്ടക്കാരുടെ കൂടെയാണ്, ഇരയുടെ കൂടെയല്ല. അങ്ങനെയാണ് പൊതുജനം കരുതുന്നത്. അങ്ങനെയാണ് പൊതുജനം മൊത്തത്തിൽ കരുതുന്നത്. അപ്പോൾ ഇതെല്ലാം വെറും പ്രഹസനമാണ്. പ്രഹസനം മാത്രമേ ഉള്ളൂ. ശരിയാണ്. താങ്ക് യു. ഇന്മേൽ സർക്കാർ എന്ത് നടപടി സ്വീകരിക്കണമെന്നൊരു പൊതുജനം എന്ന രീതിയിൽ താങ്കളുടെ അഭിപ്രായം എന്താ? സർക്കാരിന് പ്രത്യേകിച്ച് ഇതിൻ്റെ അകത്ത് നമ്മൾ വായിച്ചെടുത്തുള്ള പത്രവാർത്തകളാണ് നമ്മൾ അറിയണത്. പത്രവാർത്തകളിൽ പറയണത് പോലെ പ്രതികരിക്കാൻ അതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ യാഥാർത്ഥ്യമായിട്ട് പ്രതികരിക്കാൻ മിക്കവാറും സർക്കാരിനെ കൊണ്ട് സാധിച്ചെന്ന് വരില്ല എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സർക്കാരുമായിട്ട് കെട്ടുപിണഞ്ഞ് കിടക്കുന്ന കുറേ വ്യക്തികൾ ഇതിൻ്റെ അകത്തുണ്ട്. അതുകൊണ്ട് തന്നെ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ആൾക്കാരുണ്ട്. അതുകൊണ്ട് ഇത് കുറച്ച് ബുദ്ധിമുട്ടാണ് കാര്യങ്ങൾ. എന്ത് കോൺക്ലേവ് നടത്തിയാലും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ കളക്റ്റീവിൻ്റെ ഒരു പ്രതിനിധി പറഞ്ഞ പോലെ ഈ ഇരകളും വേട്ടക്കാരും തമ്മിൽ ഒരുമിച്ചിരുത്തി നടത്തുന്ന ഒരു കോൺക്ലേവ്, എന്ത് കോൺക്ലേവ് നടത്തിയാലും ഒന്നും സംഭവിക്കില്ല. ഇത് ഈ പറഞ്ഞതുപോലെ നടീനെ പീഡിപ്പിച്ച കേസ് പോലെ ഇതിങ്ങനെ കുറേ ഇങ്ങനെ നടന്നു പോകും. അവസാനം വേറെ എന്തെങ്കിലും ഒരു പുതിയ പ്രശ്നം വരുമ്പോൾ ഇത് തേഞ്ഞു വാഞ്ഞു പോകും. ഇതൊന്നും ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊന്നും ചെയ്യാൻ കഴിയില്ല.
ഇതാ കടലാസിലുള്ളത് തന്നെ. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അവർ അന്വേഷിച്ച് കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അതിനകത്ത് കുറേ സത്യാവസ്ഥകളൊക്കെ ഉണ്ട്. ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇതിപ്പോൾ ഇങ്ങനെ ഒരു സംഘടന ഉണ്ടായതുകൊണ്ട് ഇങ്ങനെ ഒരു വിഷയം വന്നു എന്നുള്ളൂ. ഇത് ആദ്യകാലം മുതൽ സിനിമയിൽ നിലനിൽക്കുന്ന ഒരു സംഭവമാണ്. പക്ഷേ ഇതിപ്പോൾ ഇത്ര പച്ചയായിട്ട് വെളിച്ചത്ത് വന്നെങ്കിൽ ഇതിനൊന്നും ചെയ്യാൻ കഴിയില്ല. എൻ്റെ അഭിപ്രായം അതാണ് കേട്ടോ എനിക്ക് തോന്നണത്. അല്ല, നിങ്ങൾ പബ്ലിക്കിൻ്റെ അഭിപ്രായം തേടുകയാണ്. അതെ എൻ്റെ സ്വന്തം അഭിപ്രായത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒന്നുമില്ല, ഒന്നും നടക്കില്ല, ഒന്നും സംഭവിക്കാൻ പോകില്ല. ഇത് തേഞ്ഞു വാഞ്ഞു പോകും. താങ്ക് യു. തീരും ഇത് ചെയ്തിരിക്കുന്നത് എന്താണ് എന്നൊക്കെ എല്ലാവരും പറയുന്നത് നല്ല കാര്യമാണെന്നൊക്കെയാണ് പറയുന്നത്. ചിലർ സർക്കാരിൻ്റെ ഇടപെടൽ എത്രത്തോളം ശരിയായി? ഇത് ഇടപെട്ടുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടാകുമോ? ഇത് സിനിമയാണ് രംഗം. സിനിമ കുഴപ്പമില്ല, നല്ലത് തന്നെ. അവർ സ്ത്രീകളോടുള്ള പെരുമാറ്റം പലയിടത്ത് ചൂഷണം ചെയ്യുന്നുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. അതെ. അപ്പോൾ അതുകൊണ്ട് സർക്കാർ എന്തെങ്കിലും സ്വീകരിക്കുമെന്ന് കരുതുന്നുണ്ടോ? ഇതിന്മേൽ നടപടി? ആ റിപ്പോർട്ടിലൊക്കെ പല കാര്യങ്ങളും പറയുന്നുണ്ട്. അപ്പോൾ സർക്കാർ ഇതിന് വസ്തുനിഷ്ഠമായ ഒരു തീരുമാനം എടുക്കുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? തീർച്ചയായിട്ടും നടക്കും. സർക്കാർ ഇതിന്മേൽ ഇടപെടുമെന്നാണോ കരുതുന്നത്? ആയിരിക്കും, അങ്ങനെ ആകാനാ വഴി. അവരിപ്പോൾ ഒരു കേസ് കൊടുത്താൽ നടക്കും, കേസ് കൊടുത്തില്ലെങ്കിൽ കോടതി കേസെടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. സർക്കാരിനോട് സർക്കാർ നിയമോപദേശം തേടുകയാണ്. സർക്കാർ നിയമോപദേശം തേടുന്നു. കോടതി പറയുന്നു ഇതിൽ പറഞ്ഞിരിക്കുന്ന പരാമർശിക്കുന്നത് പോക്സോ കേസ് എടുക്കാനുള്ള കേസുകളുണ്ടെങ്കിൽ എടുക്കണമെന്ന് സർക്കാരിനോട് പറയുന്നുണ്ട് കോടതി. പക്ഷേ ഇത് സർക്കാർ ചെയ്യുമോ? നമ്മൾ പൊതുജനത്തിന് എന്താ തോന്നുന്നത്? ഇതിൽ മേൽ എന്തെങ്കിലും ഒരു നടപടി ഉണ്ടാകും? തീർച്ചയായിട്ടും ഉണ്ടാകും, ഉണ്ടാകാനാണ് സാധ്യത. ചേട്ടൻ അങ്ങനെയാണ് വിശ്വാസം? എൻ്റെ വിശ്വാസം. താങ്ക് യു. അല്ല, എന്നാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പിന്നെ പ്രശ്നങ്ങൾ കൂടിക്കൂടിയല്ലേ വരുന്നത്. പ്രശ്നങ്ങൾ കൂടി വരുമോ? അതേ ഇതിലൊരു പേടിയും ഭയവും അവർക്ക് ഉണ്ടാകുമോ? ഉണ്ടാകും എന്നുള്ളതാണ്. ഇനി ഒരു പേടിയും ഭയവും ഉണ്ടാകും. വലിയ പോക്കൃത്തരങ്ങൾ നടക്കത്തില്ല. അവരൊരു കടലാസ് എഴുതി കൊടുത്ത ഇരിപ്പതാ. അങ്ങനെ ഒരു ഇതുണ്ട്. സർക്കാരിൽ വിശ്വാസമുണ്ട്. ഉണ്ട്. താങ്ക് യു. ഇപ്പോൾ പുറത്ത് വന്നു, ജനം കോടതി എന്ത് പറയുന്നു എന്ന് പറയുന്ന കാത്തിരിക്കുവാണ്. എന്താ ഒരു പൊതുജനം എന്ന രീതിയിൽ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനെക്കുറിച്ച് എന്താ പറയാറുള്ളത്? സിനിമാ രംഗത്തെ സ്ത്രീകളുടെ പ്രശ്നമാണ് മെയിൻ വിഷയം. എന്താ പറയാനുള്ളത്? ഒന്നും സംഭവിക്കാൻ പോലുള്ള സർക്കാർ അതൊക്കെ വേറെ രീതിയിൽ അത് കൈകാര്യം ചെയ്തത് വിടും. സർക്കാരും കോടതി ഇടപെട്ടാലും കോടതി ഇപ്പം എന്തെല്ലാം കേസുകളിൽ ഇടപെട്ടേക്കണം അതെല്ലാം നടത്തിയിട്ടുണ്ട്. ഒരു രക്ഷയില്ല. വെറുതെ ഇങ്ങനെ നമ്മൾ ഇതിൻ്റെ പുറകെ കുറച്ച് ദിവസം ഇത് കണ്ടിരിക്കാന്ന് മാത്രമുള്ള ഒരു നടപടി ഉണ്ട്. മറ്റൊന്നും സംഭവിക്കില്ല. ഒന്നും സംഭവിക്കില്ല. എന്നാലും ഈ സർക്കാരിനോട് എന്താ പറയാനുള്ളത്? സർക്കാരിന് ഇപ്പം തന്നെ പ്രളയത്തിൻ്റെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് വീട് വെച്ച് കൊടുക്കും, എല്ലാ മാസവും വാടക കൊടുക്കും. ഇതിനു മുമ്പും സർക്കാർ ഇതുപോലെ പല ഈ പ്രഖ്യാപനങ്ങളും നടത്തിയിട്ടുണ്ട്. പ്രളയത്തിനും അതിനുമൊക്കെ 3, 4, 5 മാസം അതിൻ്റെ പുറകെ ഇതിലും വലുത് വന്നു കഴിയുമ്പോൾ സർക്കാർ അതിൻ്റെ പുറകെ പോകും. ഇവർക്കൊന്നും ഒരു വഴക്കും കിട്ടാൻ പോകും. ഇതുവരെയും കണ്ടുവന്നേക്കണം അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് ഒന്നും സംഭവിക്കാൻ സാധ്യതയില്ല. കുറച്ച് ദിവസം ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ അങ്ങാടും ചെളിവാരി എറിയും. അത് അങ്ങനെ തീർന്നു. ശരി, താങ്ക് യു.